വേറെ കാണേണ്ടോ ഒരു തിരിച്ചറിവാണോ പുള്ളിയുടെ ഒപ്പം? തിരിച്ചു വരവെന്നുള്ള എന്തെങ്കിലും വരവ് നിങ്ങൾ കണ്ടത് വല്ലാത്ത വരവ് അടിപൊളി കിട്ടില്ല പറഞ്ഞാൽ കിക്കിടില്ല. അതിന് അത്രയും മികച്ച രീതിയിലുള്ള സ്ക്രിപ്റ്റാണ്, കിട്ടില്ലനായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സിനിമ നമ്മൾ എത്ര നമ്മൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മളെ സർപ്രൈസ് ചെയ്യിപ്പിക്കും സെക്കൻഡ് ഹാഫിൽ. അങ്ങനെ ട്വിസ്റ്റുകൾ വെച്ച് അടുക്കി വെച്ചിട്ടുണ്ട്. ഒരു വിദേശ ചിത്രത്തിൻ്റെ ഇൻസ്പിറേഷൻ ഉണ്ട്. വിജയ് സേതുപതിയുടെ 50ാമത്തെ മൂവി എന്ന് പറഞ്ഞാൽ എക്കാലം ഓർമ്മിച്ച് വരിക. അത്രയും കിടിലം പെർഫോമൻസ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. അനുരാഗ് കശ്യപ് മൊത്തത്തിൽ എന്താണെന്നറിയാമല്ലോ, തമിഴ് സിനിമയ്ക്ക് ഒരു കിടിലൻ സിനിമയായിരിക്കും. അത്രയും കിടിലനായിട്ട് കുരങ്ങ് ബൊമ്മ എടുത്ത ആ ഒരു ഡയറക്ടറിൻ്റെ ഒരു മികച്ച സിനിമയാണ്. ഉറപ്പായിട്ട് തിയേറ്ററിൽ നിന്ന് കാണാം. ത്രില്ലിംഗ് ആണ്, വയലൻസ് ആണ്. പിന്നെ ഇപ്പോൾ അവസാനം ഇറങ്ങി വന്നപ്പോൾ ഒരു വിഷമം തന്നെ ഇമോഷണലാണ്. അതുകൊണ്ടാണ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്, ഒന്നും പറയാനില്ല. കാരണം അത്രയും വർക്ക് ചെയ്ത ഒരു സ്ക്രിപ്റ്റ്, കിടില സ്ക്രിപ്റ്റ്. ഈ സിനിമയുടെ ആത്മാവ് തന്നെ സ്ക്രിപ്റ്റാണ്. അത് എന്താ പറയുക, അത് നമുക്ക് സെക്കൻഡ് ഹാഫിൽ നമുക്ക് പല സ്ഥലത്തും നമ്മളെങ്ങനെ എന്താ പറയുക അത്ഭുതപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അത്രയും രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്യുന്നു. കുഞ്ഞ് സബ്ജക്റ്റാണ്, പക്ഷെ അതിനെ എഴുതി എക്സിക്യൂട്ട് ചെയ്ത വിധം ഹാറ്റ്സ് ഓഫ്, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പടത്തിൻ്റെ ഹൈലൈറ്റ് പടത്തിലെ ക്ലൈമാക്സ് തന്നെയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഞെട്ടിക്കുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നു. പുള്ളിയുടെ മുൻകാല സിനിമയായിട്ടുള്ള ഈ കുരങ്ങ് ബൊമ്മ ഇതുപോലെയൊക്കെ ആയിരുന്നു. ഇങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാതെ ഇങ്ങനെ പോയി അവസാനം ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. വർക്കാവും. ഒരു ഫാമിലി ഡ്രാമ മാത്രമല്ല, ഓക്കെയാണ്. സേതുപതി ഒരു ഫാമിലി മാൻ, ജെന്യുൻ മാൻ. സബ്ജക്ട് എന്താണ് പറഞ്ഞു പോകുന്നത്? സബ്ജക്ട് ഫാമിലി ആയിട്ട് ഒരു പടമാണ്. പിന്നെ ആക്ഷനൊക്കെ ഉണ്ടെന്നാലും എപ്പോഴും തോന്നില്ല. പിന്നെ അവസാനം ചെറിയ സസ്പെൻസ് ഒക്കെ ഉണ്ട്. ആക്ഷൻ സീക്വൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? குழப்பில்லையா? நாகர்கோவில் படம் சூப்பராக இருக்குது, ரொம்ப நல்லா இருக்கு. விஜய் சேதுபதி ஆக்டிங் நல்லா இருக்கு. இந்த பாலிவுட் ஸ்டார் அவரும் ரொம்ப சூப்பராக ஆக்ட் பண்ணியிருக்காங்க. நல்ல மெசேஜ் இருக்கு மூவியில். கிளைமேக்ஸ் மிஸ் பண்ணிடாதீங்க. கிளைமேக்ஸ் தான் த ஸ்ட்ரென்த் ஆஃப் த மூவி. கேரக்டர் ஆக்சுவலாக அந்த சைலண்டான ஒரு ஸ்ட்ராங் கேரக்டர். ஸோ நல்லா பண்ணியிருக்காங்க. ஹீரோயின்ஸ்லாம் பெருசாக படத்தில் ரோல் கிடையாது, ஹீரோயின்ஸே கிடையாது. ஆக்சுவலாக சொல்ல போனால் ஒரு அப்பா பொண்ணோட கதையை தான் ஸ்டார்டிங்லேருந்து யாராலையுமே கெஸ்ஸே பண்ண முடியாது இது என்ன சொல்கிறாங்கன்னு. செகண்ட் ஹாஃப் மேலே தான் ஆக்சுவலாக என்னங்கிறது தெரிய வரும். மூவி நல்ல மூவி.